വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി വിധി അനുകൂലമായ സന്തോഷത്തിലാണ് സിദ്ധാർത്ഥ്. ട്രെയിൻ അപകടത്തിൽ ഇരുകാലുകളും മറ്റുപോയ സിദ്ധാർത്ഥ് നഷ്ടപരിഹാരത്തിന് അർഹനല്ല എന്നായിരുന്നു റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. എന്നാൽ 8 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന ഹൈക്കോടതി വിധി സിദ്ധാർത്ഥിന് ആശ്വാസമാവുകയാണ്. 2022 നവംബർ 19 കൈരളി ടിവിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന സിദ്ധാർത്ഥിന് ട്രെയിൻ അപകടത്തിൽ ഇരുകാലുകളും നഷ്ടമാകുന്നത്. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം വാങ്ങാൻ ഇറങ്ങിയ സിദ്ധാർത്ഥ് ട്രെയിൻ ഓടിത്തുടങ്ങിയപ്പോൾ കയറാൻ ശ്രമിക്കുകയും വീഴുകയുമായിരുന്നു. ട്രെയിനിൽ ഓടിക്കയറിയത് മൂലമുള്ള പരിക്ക് സ്വയം ഏൽപ്പിച്ചതാണെന്ന് വിലയിരുത്തി നഷ്ടപരിഹാരത്തിന് അർഹനല്ല എന്നാണ് ട്രിബ്യൂണൽ വിധിച്ചത്. റെയിൽവേ ക്ലെയിംസ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ സിദ്ധാർത്ഥ് നൽകിയ ഹർജിയിൽ വിധി അനുകൂലമാവുകയായിരുന്നു. റെയിൽവേ ട്രിബ്യൂണലിന്റെ ഭാഗമായി അതിനു മുമ്പിൽ ഒരു പരാതിയുമായി ചെന്നു. എൻ്റെ പരാതി ഏറ്റെടുത്ത് റെയിൽവേ ട്രിബ്യൂണലിൻ്റെ മുമ്പിലെത്തി. റെയിൽവേ ട്രിബ്യൂണൽ ഈ പരാതി അംഗീകരിക്കാതിരിക്കുകയാണ് ചെയ്തത്, തള്ളുകയാണ് ചെയ്തത്. പക്ഷേ ആത്മഹത്യാപരമായ ഒരു അശ്രദ്ധയല്ല എന്നുള്ള ഏറ്റവും നിർണായകമായ ഏറ്റവും ശരിയായ ഒരു പരാമർശം അല്ലെങ്കിൽ വിധിപ്പകർപ്പാണ് ഹൈക്കോടതി പുറത്തുവിട്ടത്. അത് വളരെ അനുകൂലമായ എന്നെപ്പോലെയുള്ള മനുഷ്യർക്ക്, അംഗവൈകല്യമുള്ള മനുഷ്യർക്ക്, അപകടം നേരിട്ടവർക്ക്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞവർക്ക്, അപകടത്തിൽ മരിച്ചുപോയവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഏറ്റവും നീതി നൽകി തരുന്ന ഒരു സംവിധാനമാണ്. റെയിൽവേ ആക്ടിലെ സ്വയം വരുത്തിവെച്ച പരിക്ക് എന്നത് മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ ചെയ്യുന്നതാകണമെന്നും കേവലമായ അശ്രദ്ധയിൽ സംഭവിക്കുന്ന അപകടം അത്തരത്തിലുള്ളതല്ലെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് എസ് മനു നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടത്. 8 ലക്ഷം രൂപയാണ് റെയിൽവേ നഷ്ടപരിഹാരമായി നൽകേണ്ടത്. സിദ്ധാർത്ഥ് നിലവിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പൊളിറ്റിക്കൽ സയൻസിൽ PhD വിദ്യാർത്ഥിയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.